കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീപത ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽ കഥ കടിപ്പിച്ചതെന്തിനതും ഓർക്കാവതല്ല ഹരിനാരായണായ നമ. എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിലെ പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നനെ കുറിച്ച് പറയാണ്. ഇന്ദ്രദ്യുമ്നൻ്റെ കഥ എല്ലാവരും കേട്ട് കാണും അല്ലേ? ഇന്ദ്രദ്യുമ്നൻ ഒരു വലിയ ഭക്തനായിരുന്നു, പാണ്ഡ്യരാജാവായിരുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ ഈ ഇന്ദ്രദ്യുമ്നൻ സ്വയം മറന്ന് ധ്യാനത്തിൽ ഭഗവാന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അഗസ്ത്യമുനി അവിടേക്ക് വന്നു. ഭഗവത് ചിന്തകളിൽ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്ന ഇന്ദ്രദ്യുമ്നൻ അഗസ്ത്യ മഹർഷിയുടെ വരവ് അറിഞ്ഞില്ല. തൻ്റെ ആഗമനമറിയാതെ ധ്യാനത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്ന ഇന്ദ്രദ്യുമ്നൻ്റെ പ്രവൃത്തി അഗസ്ത്യമുനിക്ക് തന്നോടുള്ള അനാദരവായിട്ട് തോന്നി. ഇന്ദ്രദ്യുമ്നനെ ഒരു ആനയായി മാറട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. രാജാവ് അടുത്ത ജന്മം ഒരു ആനയായി. അങ്ങനെ ആനയായ ഇന്ദ്രദ്യുമ്നൻ ഒരു ദിവസം മറ്റ് ആനകളുമായി ഒരു താമരപ്പൊയ്കയിൽ ഇറങ്ങി ജലക്രീഡ നടത്തുകയായിരുന്നു. ആ സമയത്ത് ഒരു മുതല ഇന്ദ്രദ്യുമ്നൻ്റെ കാലിൽ കടിച്ച് താഴേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു. എല്ലാ ആനകളും മുതലയുടെ വായിൽ നിന്ന് അവനെ രക്ഷിക്കാൻ സഹായിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വിഫലമായ ശ്രമങ്ങളായിരുന്നു അതെല്ലാം. അങ്ങനെ ഇന്ദ്രദ്യുമ്നന് മനസ്സിലായി ഭഗവാന് മാത്രമേ അവനെ രക്ഷിക്കാൻ കഴിയൂന്ന്. ആ ആന കുളത്തിൽ 1000 വർഷങ്ങളാണ് നിന്നത് എന്നാണ് പറയണേ. അവൻ അവിടെ നിന്നുകൊണ്ട് ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ചൊല്ലി ഒപ്പം ഓരോ താമരപ്പൂവ് പറിച്ചെടുത്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അർപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്ദ്രദ്യുമ്നൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ വിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു. സുദർശന ചക്രം ഉപയോഗിച്ച് ആ മുതലയെ കൊന്നു. ആനയെ ഭഗവാൻ സ്പർശിക്കുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആനയും മുതലയും ശാപമോക്ഷം നേടി. ഒരു മുനിശാപത്താൽ മുതല രൂപം ലഭിച്ച ഹുഹു എന്ന ഗന്ധർവനായിരുന്നു അത്. ഇതെല്ലാം ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത്. ഭഗവാനെ, സൃഷ്ടികർത്താവേ, അങ്ങയുടെ ഭക്തരോടുള്ള വഴികൾ എന്നും എൻ്റെ ബുദ്ധിക്ക് അത്ഭുതമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ എല്ലാ അജ്ഞതകളും അങ്ങ് നീക്കണേ. സർവവ്യാപിയായ ഭഗവാനെ, അങ്ങയുടെ വിശദീകരിക്കാനാവാത്ത ശക്തികൾക്ക് മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു.